നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം ഉത്രം നക്ഷത്രക്കാർ അവരുടെ മുൻജന്മത്തിൽ അവർ ആരായിരുന്നു എന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഉത്രം നക്ഷത്രക്കാർ മുൻജന്മത്തിൽ ആരായിരുന്നു? കഴിഞ്ഞ ജന്മത്തിൽ ഈ നക്ഷത്രക്കാർ ആരായിരുന്നുവെന്നും ഇവരുടെ രഹസ്യം എന്തായിരുന്നു എന്നാണ് കൂടുതലായി നമ്മൾ ചിന്തിക്കുന്നത്. ഈ വീഡിയോ വിശ്വാസികൾക്കുള്ള ഒരു വീഡിയോ ആണ്. അവിശ്വാസികൾ ഈ വീഡിയോ കാണണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് കണ്ടിട്ട് ഞാനിത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമായിട്ട് അവിശ്വാസികൾ ഇതിനെ കാണും. അതുകൊണ്ടാണ് കാണണ്ട എന്ന് പറയുന്നത്. കാരണം ഈ ഒരാളുടെ, ഒരു നക്ഷത്രക്കാരുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പൂർവജന്മ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഞാനോ അല്ലെങ്കിൽ മറ്റു ജ്യോതിഷരോ അവരുടെ മനസ്സിൽ നിന്നെടുത്ത് പറയുന്ന കാര്യമല്ല. ഇതിന് രേഖകളുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജ്യോതിഷ ആചാര്യന്മാർ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് പൂർവജന്മ കാര്യങ്ങൾ. അങ്ങനെ പല കാര്യങ്ങളും, പൂർവജന്മത്തെപ്പറ്റി പല കാര്യങ്ങളും ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ എഴുതി വച്ചിട്ടുള്ളതാണ്. അതിലൊരു ചെറിയൊരു അംശം മാത്രം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ പറയുന്നുള്ളൂ. ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവജന്മത്തെപ്പറ്റി പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും പൂർവ ജന്മകാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഞാനായിട്ടിത് പറയുന്നതല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ല. ഇത് പൂർവജന്മത്തിൽ ഓരോ ആൾക്കാരും പൂർവജന്മത്തിൽ ആരാണെന്ന് പണ്ടേ തന്നെ ഇത് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഓരോ നക്ഷത്രക്കാരും പൂർവജന്മത്തിൽ ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കാവുന്നത്? അതായത് ഒരാളുടെ ജാതകത്തിലെ 5-ാം ഭാവം കൊണ്ടും 9-ാം ഭാവം കൊണ്ടും 12-ാം ഭാവം കൊണ്ടാണ് കൂടുതലും കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഈ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ അത് പൂർവ പുണ്യഭാവമാണ്. 9-ാം ഭാവം ഭാഗ്യത്തിന്റെയും അതേപോലെ പൂർവ കാര്യങ്ങളുടെയും ഭാവമാണ്. 12-ാം ഭാവം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന്റെയും അതുപോലെ പാപത്തിന്റെയും ഒക്കെ ഒരു ഭാവമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ ഭാവങ്ങൾ കൊണ്ടാണ് ഇവർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ ഇതൊരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്, ഒരു നക്ഷത്രത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. അതായത് ഉത്രം നക്ഷത്രക്കാർ സാമാന്യമായി ഗോചരപരമായിട്ട് അവർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന ഒരു സൂചനയാണ് ഇവിടെ പറയുന്നത്. ഇത് പൂർണ്ണമാകണമെങ്കിൽ, ഇതിന്റെ ഫലം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഓരോ ജാതകരും അല്ലെങ്കിൽ ഈ ഉത്രം നക്ഷത്രക്കാർ ഓരോരുത്തരും അവരുടെ ജാതകം പരിശോധിക്കുകയും അതിലെ 5-ാം ഭാവവും 9-ാം ഭാവവും 12-ാം ഭാവവും കൂടി ചിന്തിച്ചിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. മനസ്സിലായോ? അപ്പൊ അതിലാണ് പൂർണ്ണമായി ഇരിക്കുള്ളൂ. ഇത് സാമാന്യമായി പറയുന്ന ഒരു ഉത്തര നക്ഷത്രക്കാരുടെ ഒരു സാമാന്യ ഫലം ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇത് മുഴുവനായി കാണണം എന്ന് ഒരഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇത് നിങ്ങൾ ഇടക്കിടക്ക് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ഇതിലെ കാര്യങ്ങളൊന്നും പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഇതൊന്ന് പൂർണ്ണമായി കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ പൂർണ്ണമായി തന്നെ നിങ്ങൾ കാണാൻ തയ്യാറാകണം. അതുകൂടാതെ ഈ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ തയ്യാറാകണം. ഈ
കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക്, സ്വന്തക്കാരോ ബന്ധുക്കൾക്കോ ഷെയർ ചെയ്തു കൊടുത്താൽ അവരും ഓരോരോ നക്ഷത്രത്തിൽ ജനിച്ചവരാണല്ലോ. അപ്പോൾ എല്ലാ നക്ഷത്രങ്ങളുടെയും പൂർവ്വജന്മ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. അവർക്കത് കിട്ടിയാൽ അവർ ആരായിരുന്നു അവർക്കും ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർ മുൻജന്മത്തിൽ ആരായിരുന്നു? സൂര്യ തേജസ്സുള്ള അപൂർവ ജന്മരഹസ്യങ്ങളാണ് ഇവർക്കുള്ളത്. അതായത് സൂര്യ തേജസ്സുള്ള അപൂർവ ജന്മരഹസ്യങ്ങൾ ഇവർക്കുണ്ട്. സൂര്യൻ അധിപനായ ഈ നക്ഷത്രത്തിന്റെ ദേവതയും സൂര്യൻ തന്നെയാണ്. സൂര്യൻ അധിപനായ നക്ഷത്രത്തിന്റെ ദേവതയും സൂര്യൻ തന്നെയാണ്. നക്ഷത്രമണ്ഡലത്തിലെ സത്യസന്ധതയുടെ ഒരു നക്ഷത്രമാണ് ഈ ഉത്രം നക്ഷത്രം. അതായത് നക്ഷത്രമണ്ഡലത്തിലെ സത്യസന്ധതയുടെ ഒരു നക്ഷത്രമാണ് ഉത്രം. ചിങ്ങൻ രാശികളിലായാണ്, ചിങ്ങം കന്നി രാശികളിലായാണ് ഈ നക്ഷത്രം നിൽക്കുന്നത്. അത് ചിങ്ങത്തിലും നിൽക്കും ഉണ്ട്, കന്നിയിലും വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ 5-ാം ഭാവം കൊണ്ടും 9-ാം ഭാവം കൊണ്ടും 12-ാം ഭാവം കൊണ്ടും ചിന്തിച്ചാൽ ഇവർ മുൻജന്മത്തിൽ നല്ല കഠിനാധ്വാനികളായിരിക്കും ആണ് അനുമാനിക്കേണ്ടത്. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ നല്ല കഠിനാധ്വാനികളായിരിക്കാനാണ് സാധ്യത. അതുകൂടാതെ സാധാരണക്കാർക്ക് വേണ്ടി നിർമ്മാണ മേഖലയിലും കൃഷി മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നവരും ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇവർ കഴിഞ്ഞ ജന്മത്തിൽ. അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഈ ഉത്രം നക്ഷത്രക്കാരുടേത്. കലയെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നവരാണിവർ. അതുപോലെ തന്നെ ഇവരുടെ സമ്പത്തും ഐശ്വര്യവും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ച ഒരു വ്യക്തിയുമായിരിക്കാം ഈ ഉത്രം നക്ഷത്രക്കാർ. ജ്യോതിഷപരമായി ചിന്തിച്ചാൽ കഴിഞ്ഞ ജന്മത്തിന്റെ അവസാന കാലത്ത് ഇവർ സമൂഹത്തിന്റെ ആദരവ് ലഭിച്ചിരുന്നവരോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇവരുടെ കഴിഞ്ഞ ജന്മത്തിന്റെ അവസാന കാലത്ത് സമൂഹത്തിൽ നിന്നും നല്ല ആദരവ് ലഭിച്ചിരുന്നവരും ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ നല്ല ധർമ്മിഷ്ഠനായ ഒരു ആയിരിക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആചാരങ്ങളും നിയമങ്ങളും കൃത്യമായി പാലിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാനും സാധ്യതയുണ്ട്. സ്വന്തം വാക്കിന് വില കൽപ്പിച്ചിരുന്ന വ്യക്തിയാകാനാണ് സാധ്യത. വാക്കിന് വേണ്ടി, അവരുടെ സ്വന്തം വാക്കിന് വേണ്ടി ജീവൻ പോലും നൽകാൻ തയ്യാറായ വ്യക്തികളായിരിക്കാം ഇവർ. അപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ ഇവർ അഭിമാനികളും അതേപോലെ തന്നെ സ്വന്തം വാക്കിന് വില കൽപ്പിച്ചിരുന്നവരും സമൂഹത്തിൽ ഉന്നതമായ പദവികൾ അലങ്കരിച്ചിരുന്നവരും അതേപോലെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ കൃഷികാര്യങ്ങൾ നോക്കിയിരുന്നവരും സാധാരണക്കാർക്ക് വേണ്ടി നിർമ്മാണ മേഖലയിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നവരും ഒക്കെ ആയിരിക്കാനാണ് സാധ്യത. ഇവർ മുൻജന്മത്തിൽ നിന്നും ഈ ജന്മത്തിലേക്ക് കൊണ്ടുവന്നത് ഇവരുടെ വിശ്വസ്തതയാണ്. ഇവർ നല്ല വിശ്വസ്തതയുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കും ഇവർ. അപ്പൊ മുൻജന്മത്തിൽ നിന്നും ഇവർക്ക് ഈ ജന്മത്തിൽ മുൻജന്മ ഫലമായിട്ട് ഇവർക്ക് കിട്ടിയത് എന്താണ്? വിശ്വസ്തതയാണ്. ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ ഇവർ ഏതറ്റം വരെ പോവുകയും ചെയ്യും. സ്വന്തം കുടുംബത്തിന് വേണ്ടി
സ്വയം ത്യാഗം ചെയ്യാനും ഇവർക്ക് ഒരു മടിയും ഉണ്ടാവുകയുമില്ല. അത് ഉത്തര നക്ഷത്രക്കാർ അവരുടെ സ്വന്തം കുടുംബത്തെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരും ആയിരിക്കും. അപ്പോ ഉത്തര നക്ഷത്രക്കാരുടെ മുൻജന്മത്തിലെ ഈ രഹസ്യങ്ങൾ എന്ന ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.